Let's do some resin art using resin art kit. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ റെസിൻ ആർട്ട് ചെയ്യാൻ നോക്കിയാൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ റെസിൻ ആർട്ട് കിറ്റ് ആണ്. തുറന്നപ്പോ തന്നെ 2 കുപ്പികളാണ് കയ്യിൽ കിട്ടിയത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കപ്സും കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. സാധനം കൊള്ളാല്ലേ. പിന്നെ കുറെ ടൈപ്സ് ഓഫ് ഗ്ലിറ്റേഴ്സ്. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. പിന്നെ വരുന്നത് കുറച്ച് മോൾഡ്സ് ആണ്. ഒരു ഹെക്സഗൺ ഷേപ്ഡ് മോൾഡും ഒരു ഷേപ്പും ഇല്ലാത്തൊരു മോൾഡും ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടാമത്തെ മോൾഡാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൽ കുറെ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലൗസും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ബോട്ടിലെടുത്ത് നോക്കിയപ്പം ഇത് റെസിനും ഇത് ഹാർഡനറും ആയിരുന്നു. ഇന്ന് നമ്മൾ പ്രിസർവ് ചെയ്യാൻ പോകുന്ന ബൊക്കെ ഇതാണ്. മോൾഡ് കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് അത്ര വലിയ മോൾഡൊന്നല്ല. നമുക്ക് ഇത് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റൂല. ആൻഡ് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലൗസ് ഇടാണ്ട് നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. കാരണം കെമിക്കൽസ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി റിസ്കി. പിന്നെ മാസ്കും കൂടി വെക്കാൻ മറക്കണ്ട. പിന്നെ അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കാണും. അത് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. എന്റെ ഇതിൽ 3:1 റേഷ്യോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് റെസിൻ 3 ആണെങ്കിൽ ഹാർഡനർ 1 ആയിരിക്കും നമ്മൾ എടുക്കുക. എന്റെ വെയിങ് മെഷീനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബോട്ടിലിന്റെ തന്നെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ മെഷർമെന്റ്സ് എടുത്തിരുന്നത്. ആദ്യം തന്നെ 3 കപ്സ് ഓഫ് റെസിൻസ് ആണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് 1 കപ്പ് ഓഫ് ഹാർഡനർ കൂടി ആഡ് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം. ഇതിന്റെ മിക്സിംഗ് ഭയങ്കര സ്ലോ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ലെങ്കിൽ ബബിൾസ് ഒക്കെ വന്ന് കുളമായി പോകും. എന്റെ ബബിൾസ് കളയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പയ്യെ ചെയ്യാം. ഈ ക്ലിപ്സ് ഒന്നും ഞാൻ സ്പീഡൊന്നും കൂട്ടാണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ എത്ര സ്ലോ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളുടെ മോൾഡിന് അത്ര തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുട്ടി ഫ്ലവർ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇതിന്റെ തന്നെ 1-2 പെറ്റൽസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ ആദ്യം തന്നെ നമ്മൾ മോൾഡിലേക്ക് ഇതൊക്കെ വെച്ച് നോക്കുന്നത് നല്ലതായി. പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ റെഫറൻസ് ഒന്നും എടുക്കാൻ തോന്നില്ല. എന്റെ തന്നെ ഒരു ഐഡിയ വെച്ച് ചെയ്യാന്ന് കരുതി. പക്ഷെ ഞാൻ ഈ വിചാരിച്ച പോലെ ഒന്നും നടക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആ ഡിസൈൻ ഒക്കെ മാറ്റി പെറ്റൽസും ലീവ്സും ബേബീസ് ബേഴ്ത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സം ഗ്ലിറ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് അധികം ആഡംബരത്തിന് നിന്നില്ല. വെച്ചതിന് ശേഷം നമ്മൾ മിക്സ്ഡ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു തരി പോലും കളയേണ്ടെന്ന് കരുതി എല്ലാം ഞാൻ വടിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഒഴിച്ചതിന് ശേഷവും ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നുണ്ട്. പിന്നെ ആ ഗോൾഡൻ കളർ സാധനമില്ലേ അത് മിക്സ് ചെയ്യുന്ന പോലെ പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാൻ. ആൻഡ് വേഴ്സ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് നേരാവുമെന്നാണ് എന്റെ ഒരു ധാരണ. അങ്ങനെ റെസിൻസ് ഒക്കെ എല്ലായിടത്തും ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി എന്ന് മനസ്സിലായപ്പം ഞാൻ ഈ മിക്സിംഗ് പരിപാടി അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് 24 hours വരെ ഉണങ്ങാൻ വെക്കണം. അതിനുശേഷമാണ് അടുത്ത മിക്സിംഗ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി 24 hours കഴിഞ്ഞിട്ട് കാണാം. ഇനി 24 hours കഴിഞ്ഞ് സെറ്റ് ആയില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരം കൂടി വെക്കാവുന്നതാണ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സെറ്റായോ ഇല്ലയോ എന്ന്. ഇനി ഇപ്പോഴും സെയിം പ്രോസസ് റിപ്പീറ്റ് ആണ്. 3:1 റേഷ്യോയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. 3 cups ഓഫ് റെസിൻ ആൻഡ് 1 cup ഓഫ് ഹാർഡനർ. റേഷ്യോ മാറിപ്പോകണ്ടെന്ന് കരുതി ഒരു തരി പോലും കളയാണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. എല്ലാം വടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം സെയിം പ്രോസസ് സ്ലോലി മിക്സിങ്. ബാക്കിയുള്ള പ്രോസസ് ഒക്കെ സിമ്പിൾ ആയിട്ട് കഴിയുന്നുണ്ടെങ്കിലും ഈ മിക്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം ഉണങ്ങാൻ വെക്കാം. എഗെയിൻ ഇനി 24 hours കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കാണാം. സോ ഗൈസ് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ട് ആണ് ഇത്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്ത് നോക്കാം. നല്ല ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ക്യൂരിയസും ആണ്. ആൻഡ് ഫുള്ളി അൺമോൾഡ് ചെയ്തതിന് ശേഷം ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഗൈസ്. കാരണം നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച ഡിസൈൻ പോലെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെന്റെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് സക്സസ് ആയപ്പോൾ അതിനേക്കാളും കൂടുതൽ സന്തോഷമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. ആൻഡ് ഹാവ് ഫൺ വിത്ത് ലൈഫ്.